ഹലോ കുട്ടികളെ, നമ്മൾക്ക് 5ാം ക്ലാസ്സിലെ 9th ചാപ്റ്ററായ നമ്പർ റിലേഷനിലെ അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പോർഷൻ അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനൊക്കെ നമ്മൾക്കറിയാം. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ചിന്തിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എങ്ങനെ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഹൗ അബൌട്ട് ടേണിങ് അവർ പെൻ പ്രോബ്ലം അറൗണ്ട്? നിങ്ങളെ മുകളിലത്തെ ആ പെൻ പ്രോബ്ലംസൊക്കെ നമ്മൾ നോക്കിയില്ലേ, എന്താണ് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അങ്ങനെ ഒരു അടുത്ത പ്രോബ്ലം നോക്കാം. ഹൗ മെനി പെൻസ് അറ്റ് 6 rupees ഈച്ച് ക്യാൻ ബി ബോട്ട് വിത്ത് 78 rupees? മുൻപത്തെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞത്? 10 പേന വാങ്ങിക്കാൻ, 7 പേന വാങ്ങിക്കാൻ, 9 പേന വാങ്ങിക്കാൻ, അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? പേനയുടെ എണ്ണമാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? പേനയുടെ എണ്ണം കൊടുത്തിട്ടില്ല, പൈസയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേനയുടെ പൈസയും കൊടുത്തിട്ടുണ്ട്, 78 എത്ര പൈസ നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പക്ഷേ പേനയുടെ എണ്ണം കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പേനയുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി പെൻസ് അറ്റ് 6 rupees ഈച്ച്? 6 രൂപ വില വരുന്ന, ഒരു പേനയ്ക്ക് 6 രൂപ വില വരുന്ന പേനകൾ, എത്ര പേനകൾ 78 രൂപയ്ക്ക് വാങ്ങിക്കാം? 6 rupees വില വരുന്ന എത്ര പേനകൾ, 6 rupees വില വരുന്ന എത്ര പേനകൾ 78 rupeesന് വാങ്ങിക്കാം? ഇവിടെ ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഡിവിഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നമുക്ക് 78 ഡിവൈഡഡ് ബൈ 6. 1 6 are 6, ബാലൻസ് 18. 3 6 are 18 അല്ലേ? എത്ര പേനകൾ വാങ്ങിക്കാം? അപ്പോൾ നമുക്കിവിടെ 13 പെൻസ് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റും. 13 പെൻസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 6 രൂപ വില വരുന്ന 13 പേനകൾ 78 രൂപയ്ക്ക് നമ്മൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി അടുത്തത് എന്താ പറയുന്നത്? വി ക്യാൻ തിങ്ക് ലൈക്ക് ദിസ്. നമ്മൾക്ക് വേറൊരു രീതിയിലൂടെ ചിന്തിച്ച് നോക്കിക്കൂടെ? വിത്ത് 60 rupees 60 രൂപയുണ്ട്. 10 pens ക്യാൻ ബി ബോട്ട്. നമ്മൾക്ക് 6 രൂപ വില വരുന്ന എത്ര പേനകൾ വാങ്ങിക്കാം? 60 രൂപയ്ക്ക് 10 പേനകൾ വാങ്ങിക്കാം. 6 രൂപ വില വരുന്ന 10 പേനകൾ നമ്മൾക്ക് 60 rupeesന് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 60ൽ നമുക്ക് 78 ആവാൻ ബാക്കി എത്ര ഉണ്ട്? 18 കൂടെ ഉണ്ട് അല്ലേ? മൊത്തം നമ്മളുടെ കയ്യിൽ 78 rupees ആണ്. അതിലത്തെ 60 rupeesന് നമ്മൾക്ക് 10 പേനകൾ വാങ്ങിക്കാം 6 രൂപയുടെ. ബാലൻസ് എത്ര വരുന്നുണ്ട്? റിമൈനിങ് 18 rupees കൂടെ നമ്മളുടെ കയ്യിലുണ്ട്. അതിന് എത്ര പേനകൾ വാങ്ങിക്കാം? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കില്ലേ? 18 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. 18 ഡിവൈഡഡ് ബൈ 3, 6 3s are 18. കിട്ടിയില്ലേ? ബാക്കി എത്ര പേനകൾ കൂടെ നമ്മൾക്ക് വാങ്ങിക്കാം? 18 rupees നമ്മളുടെ കയ്യിലുണ്ട്. 6 രൂപയുടെ എത്ര പേനകൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും? 3 പേനകൾ കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും നമുക്ക് അല്ലേ? ഇനി ഓൾ ടുഗദർ വി ഹാവ് എത്ര കിട്ടി നമുക്ക്? 10 + 3 13 പെൻസ്. നമ്മൾ ആദ്യം ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇത് സിമ്പിൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തു. ഇതൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കി, ഇങ്ങനെയും ചെയ്തു കൂടെ, വേറൊരു മെത്തേഡ് കൂടെ ഇവിടെ അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. മാത്തമാറ്റിക്കലി സ്പീക്കിംഗ്, നമ്മൾക്ക് മാത്തമാറ്റിക്കലി ഇതിനെ എങ്ങനെ പറയാം? വാട്ട് വി കമ്പ്യൂട്ടഡ് ഹിയർ ഈസ് നമ്പർ വിച്ച് ഗീവ്സ് 78 ഓൺ മൾട്ടിപ്ലിക്കേഷൻ ബൈ 6 അല്ലേ? നമുക്ക് എന്തുകൂടെ പറയാം? വാട്ട് വി കമ്പ്യൂട്ടഡ് ഹിയർ ഈസ് ദ നമ്പർ വിച്ച് ഗീവ്സ് 78 ഓൺ മൾട്ടിപ്ലിക്കേഷൻ ബൈ 6. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 78 കിട്ടുന്ന നമ്പർ ഏതാണോ അതാണ് അതിൻ്റെ ആൻസർ. നമ്മൾക്ക് നോക്കാം. 13 × 6, 3 6 are 18, 1 6 are 6 + 1 7, 78 കിട്ടിയില്ലേ നമുക്ക്? ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? വി കാൽക്കുലേറ്റഡ് ഹൗ മച്ച് വി വുഡ് ഗെറ്റ് ബൈ ഡിവൈഡിങ് 78 by 6. എങ്ങനെ പറയാം? വേറെ രീതിയിലൂടെ നമുക്ക് പറയാം. 78നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഇതിൻ്റെ ആൻസറാണ്. നമ്മൾ ആദ്യം ചെയ്തു, 78 ഡിവൈഡഡ് ബൈ 6 ചെയ്തു. അടുത്തത് ലെറ്റസ് റൈറ്റ് അവർ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓൾസോ ഇൻ ടേംസ് ഓഫ് ഡിവിഷൻ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കമ്പ്യൂട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ചിരിക്കുന്നത്? 60 ഡിവൈഡഡ് ബൈ 6 10, 18 divided by 6 3, 78 divided by
എത്രയാണ് വരിക? 10 + 3 13. 78 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ എത്ര നമുക്ക് കിട്ടി? ആദ്യമേ 13 കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് ദസ് വി ക്യാൻ സ്പ്ലിറ്റ് 78 ഇൻറ്റു 13 പാർട്സ് ഓഫ് 6 ഈച്ച്. എന്താണ് പറയുന്നത്? നമുക്ക് 78നെ 13 പാർട്സായിട്ട് തരംതിരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. So, to divide the sum of two numbers, we can divide each and add. എന്ത് ചെയ്യാൻ പറ്റും? To divide the sum of two numbers, രണ്ട് നമ്പറിൻ്റെ സമ്മിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ we can divide each, ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനും, ഡിവൈഡ് ചെയ്തതിനെ നമ്മൾക്ക് ആഡ് ചെയ്ത് എടുക്കാം. Let's write this as a general principle. അതിലൊരു general principles നോക്കാം. If two numbers can be divided without remainder by a number, റിമൈൻഡർ ഇല്ലാത്ത ഒരു നമ്പറിനെ നമ്മൾക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ then their sum can also be divided. അതിൻ്റെ സമ്മും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് റിമൈൻഡർ ഇല്ലാതെ തന്നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ കോഷ്യൻ്റ് ഈസ് ദ സം ഓഫ് ദ കോഷ്യൻ്റ്. കോഷ്യൻ്റ് എന്തായിരിക്കും? സമ്മിൻ്റെ കോഷ്യൻ്റ് തന്നെയായിരിക്കും. We can also shorten this. ഒന്ന് ചെറുതാക്കി പറഞ്ഞാൽ ഇൻ ഡിവിഷൻ വിത്തൗട്ട് റിമൈൻഡർ, നമ്മൾ റിമൈൻഡർ ഇല്ലാത്ത ഡിവിഷനിൽ ദ കോഷ്യൻ്റ് ഓഫ് എ സം ഈസ് ദ സം ഓഫ് ദ കോഷ്യൻ്റ്. കോഷ്യൻ്റ് ഓഫ് എ സം, ഒരു സമ്മിൻ്റെ കോഷ്യൻ്റ് എന്ന് വെച്ചാൽ കോഷ്യൻ്റിൻ്റെ സം ആയിരിക്കും എന്നാണ് പറയുന്നത്. Note that this doesn't work when there are reminders. For example, എന്താണ് പറയുന്നത്? ഇത് ചില കാര്യങ്ങളിൽ ഇത് വർക്കാവില്ല. എങ്ങനെയാണ്? 7 ഡിവൈഡഡ് ബൈ 3 ഗീവ്സ് കോഷ്യൻ്റ് 2 ആൻഡ് റിമൈൻഡർ 1 അല്ലേ? 7നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? കോഷ്യൻ്റ് നമുക്ക് 2 ആണ് കിട്ടുക. റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? താഴെ 1 ബാലൻസ് കിടക്കും. അത് ഈ ഒരു പ്രോബ്ലത്തിൽ അത് വർക്കാവില്ല. അടുത്തത് 17 ഡിവൈഡഡ് ബൈ 3. നമ്മൾ 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോഷ്യൻ്റ് എത്ര കിട്ടും? 5 കിട്ടും. റിമൈൻഡർ 2 കിട്ടും. ഇനി 7 + 17 = 24. 24 ഡിവൈഡഡ് ബൈ 3. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് 7നും 17നെയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? കോഷ്യൻ്റ് 8ഉം കിട്ടും, റിമൈൻഡർ 0ഉം കിട്ടും. Differences can also be divided like this. For example, let us change the pen problem like this. നമുക്ക് എന്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ് ഡിവിഷനിൽ വരുന്നതെന്ന് നോക്കാം. How many pens at 6 rupees each can be bought with 108 rupees? 6 രൂപ വില വരുന്ന എത്ര പേനകൾ 108 റുപ്പീസിന് വാങ്ങിക്കാം എന്നാണ് ചോദിക്കുന്നത്. 108 എന്ന് പറയുമ്പോൾ അതിൽ കൂടെ 108 റുപ്പീസ് കയ്യിലുണ്ട്. 6 രൂപയുടെ എത്ര പേനകൾ വാങ്ങിക്കാം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? 108 ഡിവൈഡഡ് ബൈ 6 അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഇവിടെ അങ്ങനെ ചെയ്യാം. 1 6 are 6, ബാലൻസ് വന്നു, 4 വന്നു, 8 താഴെ ഇറക്കിയിട്ടു. ഇവിടെ എന്ത് വരും? 8 6 are 48. അങ്ങനെ നമുക്ക് എത്ര പേനകൾ 108 രൂപയ്ക്ക് 6 രൂപയുടെ എത്ര പേനകൾ വാങ്ങിക്കാം? 18 പെൻസ് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. ഇനി ഇവിടെ വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. വിത്ത് 120 റുപ്പീസ് 120 രൂപ ഉണ്ട്, 20 പെൻസ് ക്യാൻ ബി ബോട്ട്. 120 റുപ്പീസിന് 20 പെൻ വാങ്ങിക്കാം. വി ഹാവ് 120 മൈനസ് 108. ബാലൻസ് എത്ര വന്നു? 12 റുപ്പീസ് വന്നു. സോ ദ നമ്പർ ഓഫ് പെൻ ഈസ് 2 ലെസ്. അപ്പോൾ നമ്പർ ഓഫ് പെന്നിൽ എത്ര വരുന്നുണ്ട്? 2 എണ്ണം കുറവ് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? 20 പെൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് മൈനസ് ചെയ്തപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 12 കിട്ടിയിട്ടുണ്ട്. 120 മൈനസ് 108 ചെയ്തപ്പോൾ 12 റുപ്പീസാണ് കുറവ് കിട്ടിയത്. അപ്പോൾ എത്ര കുറവുണ്ട്? 2 കുറവുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 കുറയണം. 120 റുപ്പീസിന് 20 പേനയിൽ 2 എണ്ണം കുറച്ചാൽ മതി എന്നാണ് പറയുന്നത്. ദസ് 20 മൈനസ് 2 എത്ര കിട്ടും? 18. നമ്മളിവിടെ ഡയറക്റ്റായിട്ട് ചെയ്തപ്പോൾ 18 കിട്ടി. ഇത് വേറൊരു രീതിയിൽ ചെയ്തിരിക്കുന്നത് മാത്രം. വെൻ റിട്ടേൺ ഇൻ
ടേംസ് ഓഫ് ഡിവിഷൻ. ഇവിടുത്തെ ടേംസ് ഓഫ് ഡിവിഷൻ എങ്ങനെ നമ്മൾക്ക് എഴുതാൻ സാധിക്കും? 108 ഈക്വൽ 120 മൈനസ് 12. 120 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ 20. 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ 2. 108 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ 20 മൈനസ് 8. 20 മൈനസ് 2 ഈക്വൽ 18. ഇതുപോലെ നമ്മൾ എഴുതണം. നോട്ടിൽ എഴുതുമ്പോൾ ഇതുപോലെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതൊക്കെ ബോക്സിൽ എഴുതിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ നോക്കി നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട.